അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉംറ ചെയ്യുവാൻ വേണ്ടി അതാ സൈഫ് അറബിയും ഫർസാനയും പുറപ്പെടുന്നു. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ സൈത്തൂൻ ബീവിയെ ഏൽപ്പിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞിനെ വേർപിരിയുമ്പോൾ ഫർസാനയിൽ അതീവ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ തുടച്ചു. അറബി ചോദിച്ചു, ഫർസ എന്തു പറ്റി? അത് അറിയാം. അതെ, പ്രസവിച്ച കുഞ്ഞിനെ വീണ്ടും ഉപേക്ഷിച്ച് പോവുകയാണ്. പാവം ആ പെണ്ണിൻ്റെ ഒരവസ്ഥ. എങ്ങനെയെങ്കിലും അവൾക്ക് വേഗം സുരക്ഷിതമായ ഒരു സ്ഥാനം നൽകിയേ തീരൂ. അവർ രണ്ടുപേരും അതാ പരിശുദ്ധമായ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ സമയം അതാ ഫർസാനയുടെ ഉമ്മയും ഉപ്പയും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും ഫർസാനയുടെ സഹോദരങ്ങളും അവിടെയുള്ളത് ഒരിക്കൽ പോലും അവൾ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. സൈത്തൂൻ ബീവി അവരെ സ്നേഹത്തോടെ യാത്ര അയച്ചു. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതാണ് ഇതെല്ലാം. പടച്ച റബ്ബേ, അവർക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. അവർ രണ്ടുപേരും ഹറമിനടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തത്. ഫർസാനയ്ക്ക് വേണ്ടി മാത്രം മറ്റൊരു റൂമാണ് അറബി ഓർഡർ ചെയ്തിരുന്നത്. അതെ, മക്കയിലെ അവിടെ അടുത്തുള്ള ദല്ല ഹജിയത് ആ ഹോട്ടലിൽ തന്നെയായിരുന്നു അവർക്കും താമസ സൗകര്യം ലഭിച്ചത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫർസാന അവരുടെ അരികിലേക്ക് ഓടിച്ചെല്ലും. ഇല്ല, അതവർ അറിയുന്നില്ല. ഷെഫി ഉസ്താദിനെ മാത്രം ഈ രഹസ്യം അറിയുകയുള്ളൂ. തൽക്കാലം ഇപ്പോഴൊന്നും പറയണ്ട, എല്ലാം ഉംറ കഴിയട്ടെ, എന്നിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ്. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെഫി ഉസ്താദിന് വേണ്ടി കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എൻ്റെ ഈ മോൻ, എൻ്റെ ഈ ശിഷ്യൻ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു ശിഷ്യനായി അല്ലാഹ്. റഹ്മാനെ, അവനെ കൈപിടിച്ച് ഞാൻ ദർസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവൻ ഇത്രക്കും വലിയൊരാളാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. റഹ്മാനെ, ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുന്നു. അതെ, ഉസ്താദിനെ, ഭാര്യയെ, മക്കളെ, ഉമ്മയെ, അമ്മായിയെ എല്ലാവരും ഉംറക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള ആ ഒരു മനസ്സ്, ആ ഒരു കഴിവ് റബ്ബേ നീ കൊടുത്തതാണല്ലോ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി നന്നാവും, ഒരിക്കൽ പോലും എൻ്റെ കുട്ടി വിഷമിക്കില്ല. ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. അതാ ഫർസാന എന്ന പെണ്ണിനെ എൻ്റെ മരുമകനാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉസ്താദിനെ കരുതിയിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ. അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിലല്ലേ ഒക്കെ നടക്കുകയുള്ളൂ. അതിനിടക്ക് ഓളെടുത്തുനിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. സാരമില്ല, എൻ്റെ പ്രിയപ്പെട്ട ഷെഫിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറായ ജീവിതം നൽകട്ടെ. അത് മാത്രമായിരുന്നു അദ്ദേഹം ദുആ ചെയ്തിരുന്നത് ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചും. അങ്ങനെ അതാ ഫർസാനയുടെ ഉമ്മയും അമ്മായിയും ഉസ്താദിൻ്റെ ഭാര്യയുമെല്ലാം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് പുറപ്പെടുകയാണ്. തൊട്ട് മുന്നിലായിട്ട് അതാ ഫർസാനയുണ്ട്. പക്ഷെ അവരൊന്നും അത് കാണുന്നില്ല, അറിയുന്നില്ല. അറിയാത്ത ഒരു അറബിയെ അവർ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ മരുമകനാകാൻ പോകുന്ന സൈഫ് അറബിയാണ് എന്നുള്ള കാര്യം ഉസ്താദിനും അറിയുന്നില്ല. വളരെയധികം വിനയപൂർവ്വം എല്ലാവരെയും, എല്ലാ പ്രായമുള്ളവരെയും ആദരിക്കുന്ന ആളാണ് നമ്മുടെ സൈഫ് അറബി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആ ഉസ്താദിനെ കണ്ടപ്പോഴും അദ്ദേഹം വളരെയധികം താഴ്മയോടെ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് പെരുമാറ്റം കാണിച്ചത്. എന്നാൽ അറിയുന്നില്ലല്ലോ ഉസ്താദിന് ഇതെൻ്റെ മരുമകനാകാൻ പോകുന്ന ആളാണ് എന്നുള്ളത്. റാഹത്തോടു കൂടി അതാ ഉംറ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖഅബയുടെ കില്ല പിടിച്ച് കേഴുകയാണ് അവരെല്ലാവരും. എന്നാൽ ആദ്യമായി പുണ്യമാക്കപ്പെട്ട കഅബ ഷെരീഫ് കാണുന്ന ഉസ്താദും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും എല്ലാവരും വിങ്ങിപ്പൊട്ടി പോവുകയാണ്. റബ്ബേ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കാണുമെന്ന് കരുതിയതല്ല. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇതാ റബ്ബേ ഞങ്ങൾ കാണുവാൻ പോകുന്നു. പരിശുദ്ധമായ ആ രൂപം കണ്ടപ്പോൾ അവർ വിങ്ങിപ്പൊട്ടി. അതെ, ആദ്യമൊന്നും കണ്ണ് തുറക്കരുത് എന്നാണല്ലോ. തൊട്ടടുത്തെത്തുമ്പോൾ ആ കണ്ണുകൾ തുറക്കുമ്പോൾ അല്ലാഹ് റബ്ബേ, ആ കൃഷ്ണമണിയിൽ ആ കഅബയുടെ രൂപം പതിയുമ്പോൾ ആരുടെയും ഹൃദയം ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോകും. അതെ, അറിയാതെ കരഞ്ഞു പോകും. അത് കാണുമ്പോൾ അല്ലാഹ് റബ്ബേ,
എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മാതാവ് റഹ്മാനെ, ആ നിമിഷവും കഅബയെ ആദ്യം കണ്ടപ്പോൾ എല്ലാവരും ദുആ ചെയ്യുള്ളത് ആഖിബത്ത് നന്നാക്കണം എന്നാണല്ലോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ദുആ ചെയ്തത്, അള്ളാഹുവേ റഹ്മാനെ, എൻ്റെ പൊന്നു മോൻ അല്ലാ, നീ ഏറ്റെടുക്കണം അവൻ്റെ എല്ലാ കാര്യങ്ങളും, നീ ഏറ്റെടുക്കണം അല്ലാ. എൻ്റെ കുട്ടി പാവമാണ്, എൻ്റെ കുട്ടി ഒരാളെ ഉപദ്രവിച്ചിട്ടില്ലല്ല, എൻ്റെ കുട്ടിയെ എല്ലാവരും ചതിച്ചു പോകുകയാണല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടിയായിരുന്നു അവിടെ നിന്ന് ദുആ ചെയ്തത്. ഉംറയെല്ലാം കഴിഞ്ഞ് അവർ ഹറമിൽ ഇരിക്കുമ്പോൾ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും ഉസ്താദിൻ്റെ ഭാര്യയും അമ്മായിയും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മനസ്സ് വല്ലാതങ്ങ് വെമ്പുകയാണ്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു മോളുണ്ട്, എൻ്റെ മോള് എവിടെയാണാവോ, എൻ്റെ കുട്ടിക്കും റബ്ബ ഇവിടെ വന്ന് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ. എത്ര പ്രതീക്ഷയായിരുന്നു എൻ്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക്. പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അവരെ ആശ്വസിപ്പിച്ചു, സാരമില്ല, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്നാൽ തൻ്റെ പ്രിയപുത്രി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ലായിരുന്നു. ഒരിക്കൽ പോലും അത് വ്യക്തമാക്കാൻ ഷെഫി ഉസ്താദ് ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുമില്ല. എല്ലാം കഴിയട്ടെ. എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഹൃദയം പൊട്ടി ദുആ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഉത്തരം കിട്ടിയ പോലെ അതാ നിമിഷങ്ങൾക്കകം ഉംറ കഴിഞ്ഞ ഉടനെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം. അതെ, തൻ്റെ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹ്. അതറിയുമ്പോൾ ആ മാതാപിതാക്കൾ ഒത്തിരി സന്തോഷിക്കുമായിരിക്കും. എന്തൊക്കെ തന്നെയായാലും റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ അതാ അവർ അവിടെ മക്കയിൽ കഴിയുന്നു. ശരിക്കും സൈഫ് അറബി അതാ ഫർസാനയുടെ പിതാവിനെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, അദ്ദേഹത്തോട് എനിക്ക് കൂടുതലായിട്ട് ഒരു ബഹുമാനം, ആദരവ് എല്ലാം തോന്നി തുടങ്ങുകയാണ്. എൻ്റെ മരുമകനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അവർ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് ഉംറ നിർവഹിക്കുന്നു. വളരെയധികം സന്തോഷമാവുകയാണ് എല്ലാവർക്കും. എന്തായാലും അൽഹംദുലില്ലാ, എൻ്റെ കുട്ടിയുടെ അറബിയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. ആ ഉമ്മ തൻ്റെ മകൻക്ക് വേണ്ടി ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയായിരുന്നു. അപ്പോഴും റബ്ബേ, എൻ്റെ കുട്ടിക്ക് നീ ഹൈറായൊരു പെണ്ണിനെ കൊടുക്കല്ലാ. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് ദുനിയാവിൽ ഇനി എനിക്കൊരു പെണ്ണില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു, അള്ളാഹുവേ റഹ്മാനെ, എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. അതെ, എൻ്റെ ഫർസാന അറബിയോടൊപ്പം ജീവിക്കട്ടെ, അവൾക്ക് നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ. എന്നാൽ സീനത്ത് അവളും ജീവിച്ചോട്ടെ അവളുടെ ഇഷ്ടത്തിന്. അത് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് വിതുമ്പി. അതെ, തൻ്റെ കുഞ്ഞ്, അതായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഏറ്റവും അധികം സങ്കടം ചെലുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വല്ലതും പറ്റുമോ റബ്ബേ, എന്തായി തീർന്നിട്ടുണ്ടാവും, അതിനവർ നശിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞ്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായിരുന്നു. എന്തെന്നറിയില്ല, എപ്പോഴും ആ ഒരു ചിന്തയാണ് മനസ്സിനുള്ളിലേക്ക് കയറി വരുന്നത്. എന്നാൽ ഈ സമയം അതാ രാജേഷിൻ്റെ റൂമിൽ അനുപ്രിയ, നിനക്കെന്താ? എനിക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്യും പറ. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഒഴിവാക്കിയാൽ വലിയ പ്രശ്നമായി തീരും എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നീ പ്രസവിക്കോളം ഒരു 5 മാസമല്ലേ, അതുകൂടി കഴിഞ്ഞാൽ നിനക്ക് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനങ്ങ് കൊടുക്കുകയോ ഇനി ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞിനെ വേണമെങ്കിൽ കൊന്നു കളയാം. എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ മാതൃഹൃദയം ഒന്ന് പിടിച്ചു. എന്ത്? അല്ല, നിനക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആരും ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് ഇല്ലാതാക്കണം. ഒരിക്കൽ പോലും ആ ഒരു വാക്ക് അവൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. എന്താ പറഞ്ഞതങ്ങ് മനസ്സിലായില്ലേ? രാജേഷ്, നിങ്ങളുടെ സ്വഭാവം പഴയതുപോലെയല്ല, തികച്ചും മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഞാൻ എന്തേ പറയുമ്പോഴേക്കും വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും എന്ന് കരുതി നിന്നെ എങ്ങനെ താലോലിച്ച് നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അവൾ ചതിക്കപ്പെട്ടോ എന്നൊരു തോന്നൽ വരെ അവൾക്കുണ്ടായി തുടങ്ങി. രാജേഷ്,
നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതിനങ്ങ് ഇല്ലായ്മ ചെയ്താലോ? എനിക്കാവുന്നില്ല, എനിക്ക് കഴിയൂല എന്നെക്കൊണ്ട്. നീ ഗർഭിണിയായൊരു ഉമ്മയാണ് അല്ലേ? നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു വേദനയും ഉണ്ടാവില്ല. പക്ഷേ ഞാനിത് ഒഴിവാക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. നിനക്ക് എനിക്ക് നല്ല ഉപകാരമുള്ള ഒരു സംഭവമായിരിക്കും ഇത്. കാരണം അവന് വിറ്റിട്ടുള്ള ആ ഒരു കാശ്, അത് അവനായാലും അവളായാലും ശരി, എത്രയോ കോടീശ്വരന്മാർ മക്കളില്ലാത്തവരുണ്ട്. അവരൊക്കെ ആ കുട്ടിനെ ഏറ്റെടുക്കാൻ തയ്യാറാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരോട് ചോദിക്കണം. അതിന് നല്ലൊരു വരുമാന മാർഗം ആദ്യം തന്നെ നമുക്ക് ലക്ഷങ്ങൾ ചോദിക്കണം. മാത്രമല്ല പിന്നീട് മാസത്തിൽ അതിൻ്റെ ഒരു എമൗണ്ട് അതും ചോദിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ സുഖമുണ്ടാകും. അതെ, പണമുണ്ടാകും. പണമാണല്ലോ മെയിൻ. പണത്തിന് വേണ്ടിയിട്ടാണ് രാജേഷ് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നീ എന്താ വിചാരിച്ചത്? നീയും അത് തന്നെ. ശരിക്കും സീനത്തിന് എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, എല്ലാം നശിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ പണത്തിന് വേണ്ടി രാജേഷ്. എന്താ നിനക്കറിയേണ്ടത്? അതെ, പണത്തിന് വേണ്ടിയേ രാജേഷ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ. അതാരായാലും ശരി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. പിന്നെ വെറുതെയാണോ ഞാൻ ഈ മുസ്ലിം പെൺകുട്ടികളെ, സുന്ദരിയായ പെൺകുട്ടികളെ മാത്രം കളക്ട് ചെയ്യുന്നത്? ശരിക്കും സീനത്തിന് ആ അമളി മനസ്സിലായി തുടങ്ങുന്നു. രാജേഷ് ചതിക്കുകയായിരുന്നോ? അങ്ങനെ പറയരുത്, ചതിക്കുമെന്ന് പറയരുത്. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും, എനിക്കനുസരിച്ച് നീ നിന്നു കഴിഞ്ഞാൽ. പക്ഷേ ഗർഭമാണ് വിഷയം. ഇതുണ്ടായത് കൊണ്ട് തന്നെ തീരെ നിനക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. എന്താണ് പറയുന്നത് അങ്ങ്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇതങ്ങ് 5 മാസം കഴിഞ്ഞോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ചവിട്ടി കൊന്നിരുന്നു ഞാൻ ആ കുഞ്ഞിനെ. എന്ത് നിങ്ങൾ പറയുന്നത്? രാജേഷിന് ആരെയും ഭയമില്ല. പിന്നെ രാജേഷ് എന്ന വ്യക്തിയെ ബഹുമാനിക്കുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ അതിൻ്റെ വിഹിതം ഞാൻ കൊടുക്കാറുമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. അതല്ല എൻ്റെ കണ്ണ് വെട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നീ എങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിൻ്റെ ജീവൻ ബാക്കിയുണ്ടാവില്ല. ആദ്യം തന്നെ അതിന് നിൽക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവളെ കണ്ടാൽ ഞാൻ നെക്കിക്കൊല്ലും. കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. നൈസായിട്ട് മുങ്ങി. അതെൻ്റെ തള്ള തന്നെയാണ് അവളെ കൊണ്ടുവിട്ടത് എന്നെനിക്ക് സംശയം നന്നായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എൻ്റെ തള്ളയെ നല്ല രീതിയിൽ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ശരിക്കും അയാളുടെ ചരിത്രമെല്ലാം കേട്ട് സീനത്ത് ഞെട്ടിപ്പോവുകയാണ്. യാ അല്ലാഹ് റബ്ബേ, ഞാൻ ഒരു നരിയുടെ മടയിലാണല്ലോ ചെന്നുപെട്ടിരിക്കുന്നത്. അവൾക്ക് ഭയം തോന്നി. എന്താ, രക്ഷപ്പെടാൻ വല്ല പ്ലാനിങ്ങും ഉണ്ടോ നിനക്ക്? ഇല്ല. എന്തിന്? എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാണല്ലോ. അങ്ങനെ വഴിക്കുക. എന്നെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഇവിടെ കഴിയണം എന്നാൽ നിനക്ക് നന്ന്. പിന്നെ ചില സമയത്ത് ചിലത് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ അതിന് ഓക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. എന്തങ്ങ് പറയുന്നത്? അല്ല, ഇപ്പോഴില്ല. ഏതായാലും നീ പ്രസവിക്ക്. അതുവരെ നിനക്ക് ഞാൻ താങ്ങാവാൻ തണലാവാം. എന്താ? എനിക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒട്ടുമല്ല. ആ കുഞ്ഞിനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ്. പിന്നെ അതിനിടക്ക് സുന്ദരിയായ നീ ഗർഭിണിയായാലും കുഴപ്പമൊന്നുമില്ല. നിന്നെ എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. നീ എൻ്റെ കരവലയത്തിലാണ്. പിന്നെ അനുപ്രിയ, അതായിരിക്കണം എപ്പോഴും നിൻ്റെ പേര്. ഓക്കെ, അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അത് ഞാനിട്ട പേരാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഒരുപക്ഷെ എൻ്റെ ഫ്രണ്ട്സുകൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. വന്നാൽ നീ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തണം. ഒരിക്കൽ പോലും അവരെ നീ വെറുപ്പിച്ച് വിടരുത്. എന്ത് രാജേഷ് പറയുന്നത്? അതെ, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്തും. പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയും നീ നോക്കരുത്. രക്ഷപ്പെടാൻ ശ്രമിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അത് എൻ്റെ കയ്യിൽ പിന്നീട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ സീനത്തിന് എന്തൊക്കെയോ ആയിപ്പോയി എന്ന് തന്നെ പറയാം. റബ്ബേ, ഞാൻ വലിയൊരു ചതിക്കുഴിയിലാണോ പെട്ടിട്ടുള്ളത്? അവൾ തൻ്റെ വീടിനെ കുറിച്ച് ആലോചിച്ചു. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ വീട്ടിൽ അവളുടെ ഉമ്മയും ഉപ്പായും അവൾ പോയതിനു ശേഷം അവളുടെ ഇക്കയും വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ പിതാവ് പറഞ്ഞു, എടി
നമ്മളോളെ എത്രയും പോറ്റി വളർത്തി വലുതാക്കി. പക്ഷേ നല്ലൊരു സ്വാലിഹായ മനുഷ്യന് ഞാൻ കൈ പിടിച്ചു കൊടുത്തു അവളെ. എന്നിട്ടും ഓള് വാക്ക് ധിക്കരിച്ച് പോയില്ലേ. ഇക്ക, നിങ്ങൾക്ക് അറിയാതിരിക്കോ? അവളുടെ ഉമ്മ പറയുന്നു, പടച്ച റബ്ബ് ഹിദായത്ത് നൽകിയവർക്കല്ലേ ഹിദായത്ത് കിട്ടുള്ളൂ. ഓള് മതം പൊളിച്ചു പോയില്ലേ, അതാണ് വലിയ സങ്കടം. അതെ, ഓള് അമുസ്ലിമിൻ്റെ കൂടെ പോയി. വല്ലാത്തൊരു ഖേദമായി പോയി അത് ഇക്ക. അവർ രണ്ടുപേരും കരയുകയായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള, അതെ സീനത്തിൻ്റെ ആങ്ങള, അവന് വളരെയധികം വിഷമത്തിലായിരുന്നു. തൻ്റെ പെങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൻ ആ കാര്യം ഓർത്തു. അതെ, മദ്രസയിലേക്ക് പോകുമ്പോൾ അവളുടെ കൈ പിടിച്ച് ഞാൻ നടക്കുമായിരുന്നു. എപ്പോഴും കുഞ്ഞുമൊക്കനെയും കുഞ്ഞു പാവാടയും കുപ്പായും ഇട്ട് അവളിങ്ങനെ എൻ്റെ കൈ പിടിച്ച് നടന്നു വരുന്ന ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റബ്ബേ, എന്നാൽ അവൾ വളർന്നു കഴിഞ്ഞു. വളർന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല അവൾ വളർന്നു കഴിഞ്ഞെന്ന്. എനിക്കിപ്പോഴും അവളെൻ്റെ കുഞ്ഞനിയത്തിയായിരുന്നു. അവളിലെ തെറ്റുകൾ കണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടി, സീനത്തെ തെറ്റിലേക്ക് പോകരുത് കേട്ടോ, ഇക്കാൻ്റെ കുട്ടി നല്ല രീതിയിൽ ജീവിക്കണം, അതൊക്കെ തെറ്റാണ്. എന്നാൽ അവൾ പതുക്കെ പതുക്കെ ആളാകെ മാറിയിരുന്നു. ഇക്കാക്ക് എൻ്റെ കാര്യം നോക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. അവളുടെ ആ ഒരു നെഞ്ചത്ത് തട്ടുന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടഞ്ഞുപോയി. റബ്ബേ, എന്നോട് തർക്കുത്തരം പറയാൻ മാത്രമൊക്കെ അവളായല്ലോ. മോളെ സീനത്തെ, ഇക്കാനോട് നീ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ? പിന്നെന്താ, എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലൊന്നും ഇടപെടാൻ നിങ്ങൾക്ക് ആർക്കും അധികാരവും അവകാശവും ഇല്ല. ഉമ്മയായാലും ശരി, ബാപ്പയായാലും ശരി, ഇക്കാക്കയാണെങ്കിലും ശരി. ഇപ്പോൾ ഞാനിന്ന് പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെ ആവണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്നാൽ അവളുടെ ആങ്ങള പറഞ്ഞു, മോളെ സീനത്തെ, നിന്റെ തീരുമാനം പിന്നീട് ഒരിക്കലും തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് അയാൾ കണ്ണീർ വാർക്കുകയായിരുന്നു. ഇക്കാക്ക, എന്നെ ഉപദേശിക്കാൻ വരണ്ട, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെയാണ് അവൾ ഇറങ്ങിപ്പോയത്, ആരും അറിയാതെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ പോയത് എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാക്കിയിരുന്നു. എന്തിനാ സീനത്തെ നീ പോയത്? ആ വീട്ടിൽ അന്നു മുതൽ ശോകമുഖമായിരുന്നു എല്ലാം. ഉമ്മ ചോറും കറിയും വെച്ച് വിളമ്പും എന്നല്ലാതെ ഒരാൾക്കും അത് കഴിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെ സമാധാനമില്ല. ഞങ്ങൾ ആറ്റുനോറ്റുണ്ടാക്കിയ ഞങ്ങളുടെ ഒരേയൊരു പെൺകുട്ടിയായിരുന്നു അവൾ അവളുടെ ഇഷ്ടത്തിന് ആരുടെ കൂടെ പോയി. പാവം സ്വാലിഹായ ആ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അവൻ ഉമ്മയുടെ മടിയിൽ കിടക്കുകയാണ്, തല വെച്ചുകൊണ്ട്. ഉമ്മ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോനെ, ഉമ്മ എന്തിനവൾ പോയത്? അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ, പിന്നെ എന്തിനായിരുന്നു പോയത്? മോനെ, എന്ത് ചെയ്യാൻ, പടച്ച റബ്ബ് ഹിദായത്തിലെ ആക്കിയവരല്ലേ ആയുള്ളൂ, നമ്മളെത്ര വിചാരിച്ചിട്ടും. ഉമ്മ, എന്നാലും എനിക്ക് വല്ലാത്തൊരു സങ്കടമ്മ. മോനെ, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യുക, ഓളെ പെറ്റില്ല ഞാൻ. എൻ്റെ പെറ്റ വയറിൻ്റെ വേദന നിനക്കറിയോ മോനെ? മക്കൾ ഒന്നിനാത്രം പോയി ആയിക്കഴിഞ്ഞാൽ ഓലോല ഇഷ്ടം പോലെ നടക്കുക, നമ്മൾ പറയുന്നൊന്നും അനുസരിക്കാതെ എത്ര വേദന ഉണ്ടാകും. പൊന്നു മോനെ, ഒക്കെ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുക. നമ്മൾ നോക്കായിട്ടല്ലല്ലോ, നമ്മൾ എത്ര ശ്രമിച്ചതാണ്. പക്ഷേ മകൾ നഷ്ടപ്പെട്ട ആ ഉമ്മയുടെ ആ വേദന അവിടെ കണ്ണീരായി പൊഴിയുകയായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കാക്കും സമാധാനമില്ല, സുഖമില്ല, പുറത്തിറങ്ങാൻ വയ്യ. അതെ, ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഓൻ്റെ മോള് മറ്റോൻ്റെ പോയി ചാടിപ്പോയിക്കണല്ലോ തന്നെ. നല്ലോണം അടക്കി ഒതുക്കി നിർത്തായിട്ട് എന്ന് തുടങ്ങിയതാണെന്നവൻ ആർക്കറിയാം. ബാപ്പാർക്കും അമ്മമാർക്കും നോക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ മക്കൾ ഈ കാട്ടിക്കൂട്ടിലൊക്കെ. എവിടെ എത്രയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാലും എന്തൊക്കെ തന്നെയായാലും പുറം ലോകത്ത് അവരെങ്ങനെ ഏതാ എന്താ ഒന്ന് ഒരിക്കൽ പോലും മാതാപിതാക്കൾക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെൺമക്കൾ സ്വയം നിയന്ത്രിക്കണം അവരുടെ കാര്യത്തിൽ. അതെ, ഞങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലുള്ള തെറ്റുകളിൽ നിന്ന് കുറേയൊക്കെ പെൺകുട്ടികൾ രക്ഷപ്പെടും. അതെ, ഇതൊരു കൊടും ചതിയാണ് എന്നവർ മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഹയ്യട എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ചതിയിൽ ചാടുന്നതിന് മുമ്പ് അല്പമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ സീനത്തിൻ്റെ വിധി ആർക്കും വരില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സീനത്തിന് രാജേഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവൻ കഴിയുന്നത്ര സ്നേഹം കൊടുക്കുന്നുണ്ട്, അത് മറ്റൊന്നിനുമല്ല. അതെ, അവളെ പ്രസവിപ്പിച്ച്
ആ കുഞ്ഞിനെ വിൽക്കണം, ആ കുഞ്ഞിൻ്റെ ക്യാഷ് കൊണ്ട് സുഖമായി ജീവിക്കണം. അതിനു വേണ്ടി അതുകൊണ്ട് തന്നെ അവളെ വല്ലാതെ പുറത്തിറക്കൊന്നുമില്ല. എന്നാൽ രാജേഷ് ആകട്ടെ അവൻ്റെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സാണ് അവൻക്കുള്ളത്. ഒരിക്കൽ പോലും സീനത്തിനെ വിവാഹം കഴിച്ചത് അവളുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്നുള്ള കാര്യം പിന്നീട് അവൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ രാജേഷ് പല സ്ത്രീകളോടും വളരെയധികം സൗഹാർദ്ദത്തിലാണ് നിൽക്കുന്നത്. സീനത്ത് ഓരോന്ന് ആലോചിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? ഏയ് വേണ്ട, രക്ഷപ്പെട്ടാൽ ഒരു പക്ഷേ വീട്ടുകാർ എന്നെ സ്വീകരിക്കുമോ? എന്താ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ല. അവളുടെ ഭർത്താവ് രാജേഷ് പുറത്തു പോയതാണ്, പക്ഷേ രജിസ്റ്റർ മാരേജ് ചെയ്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വിവാഹബന്ധം ഒഴിവാക്കാനും പറ്റില്ല. അമ്പലത്തിൽ പോയി താലി കെട്ടിയപ്പോഴും തൻ്റെ മനസ്സിൽ രാജേഷ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈയിടെയായിട്ട് എന്തൊക്കെയോ മനസ്സിൽ സ്വഭാവം മാറുന്നതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതെ, തൻ്റെ കുഞ്ഞാണ് പ്രശ്നം. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല. അവർ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ സീനത്ത് തിരിച്ചു വരികയാണെങ്കിൽ ഷെഫി ഉസ്താദ് അവൾ സ്വീകരിക്കുമോ? ഫർസാൻ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരിക്കൽ പോലും ഷെഫി ഉസ്താദിന് അത് സ്വീകരിച്ചിട്ടില്ല. പിന്നീട് ആ ഒരു ബന്ധം തന്നെ ഷെഫി ഉസ്താദ് മറക്കുകയാണ്. എന്നാൽ സീനത്ത് അതെ തൻ്റെ കുഞ്ഞുമായി തിരിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷേ ഷെഫി ഉസ്താദ് സ്വീകരിക്കുമോ ഇല്ലയോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കമൻറ്റുകൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതിനനുസരിച്ച നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കമൻറ്റ് ഇടുക ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പെൺകുട്ടികളൊക്കെ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ വളക്കുവാനും വീഴ്ത്തുവാനും പലയിടങ്ങളിലും പലരും പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ അങ്ങനെയുള്ള ചതികളിൽ നിന്നും അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അയൽവാസികളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.